കോട്ടയം മെഡിക്കൽ കോളേജ് തോപ്പിൽപ്പടി ജംഗ്ഷനിലെ ചൈതന്യ അയൽക്കൂട്ടത്തിന്റെ 19ാമത് ഓണാഘോഷം വിവിധ പരിപാടികളോടെ വിപുലമായി നടത്തി. ഡോളി ബാബുവിന്റെ വസതിയിൽ 32 അയൽക്കൂട്ടാംഗങ്ങൾ ഒത്തുകൂടിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. സരോജിനി കാക്കശ്ശേരിയും ആനിയമ്മ ടോമിയും ചേർന്ന് അവതരിപ്പിച്ച ഈശ്വര പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് ഷൈനി ജോസഫ് തടത്തിൽ സ്വാഗതം ആശംസിച്ചു. ഐശ്വര്യ ശ്രീജിത്ത് ആശംസകൾ നേർന്ന് സംസാരിച്ചു. വസന്ത വിജയരാഘവൻ, ഡോളി ബാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള കോർഡിനേഷനാണ് പരിപാടികൾക്ക് ചുക്കാൻ പിടിച്ചത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി നിരവധി വിനോദ മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചു. ബലൂൺ വോക്ക്, ബിസ്ക്കറ്റ് കടി, ചിരട്ടക്കള്ളൻ, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, ലക്കി ലേഡി, പേപ്പർ ഗ്ലാസ് വോക്കിംഗ്, ബാലൻസിംഗ് പേപ്പർ ഗ്ലാസ് തുടങ്ങിയ മത്സരങ്ങൾക്കു പുറമെ റോസിറ്റ അശോക് കുസൃതി ചോദ്യ മത്സരവും നടത്തി. അംഗങ്ങളെല്ലാവരും ആവേശത്തോടെയാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത്. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ വിതരണം ചെയ്തതോടൊപ്പം വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത ഒരു സമ്മാനവും ലഭിക്കാത്തവർക്കായി റോസിറ്റ പ്രത്യേക പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. കലാപരിപാടികളുടെ ഭാഗമായി സുമാ സിബി ലളിതഗാനം ആലപിച്ചു. സോണിയ അനിലും സിന്ധു അനിലും ചേർന്ന് അവതരിപ്പിച്ച യുഗ്മഗാനം സദസ്സിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഒപ്പം വസന്തയും കൂട്ടരും അവതരിപ്പിച്ച തിരുവാതിരയും ഡോളിയും കൂട്ടരും അവതരിപ്പിച്ച കോൽക്കളിയും ആഘോഷങ്ങൾക്ക് പ്രത്യേക മിഴിവേകി. ഐശ്വര്യ, സോണിയ, സിന്ധു, അനീഷ, രാജി തുടങ്ങിയവർ ചേർന്നൊരുക്കിയ വർണ്ണാഭമായ പൂക്കളവും കുമാരി ആദി ശ്രീജിത്ത് മാവേലിയായി വേഷമിട്ടതും ഏറെ ശ്രദ്ധേയമായി. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കി. വിവിധ കലാപരിപാടികളുടെയും വിനോദ മത്സരങ്ങളുടെയും അകമ്പടിയോടെ വൈകിട്ട് 4 വരെ നീണ്ടുനിന്ന ആഘോഷം അയൽക്കൂട്ട അംഗങ്ങൾക്ക് സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും വേറിട്ട അനുഭവമായി. ചടങ്ങിന് അനീഷ രാജേഷ് കൃതജ്ഞത രേഖപ്പെടുത്തി. കഴിഞ്ഞ 19 വർഷമായി മുടക്കമില്ലാതെ ഓണാഘോഷം സംഘടിപ്പിച്ചു വരുന്നു എന്നതാണ് ചൈതന്യ അയൽക്കൂട്ടത്തിന്റെ പ്രത്യേകത. കൂട്ടായ്മയും പരസ്പര സൗഹൃദവും ഊട്ടിയുറപ്പിക്കുന്ന ഇത്തരം ആഘോഷങ്ങൾ അയൽക്കൂട്ടത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നതായും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ഐ4A ന്യൂസ്, ഏറ്റുമാനൂർ.